ഹലോ നമസ്കാരം. ഇതെൻ്റെ തിയാഗോ EV. ഏകദേശം ഒരു വർഷത്തെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇടണമെന്ന് വിചാരിക്കുന്നു. ഈ വണ്ടി നമ്മൾ എടുത്തുകൊണ്ട് എനിക്കിപ്പോൾ എന്താണ് പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ലാഭങ്ങളേ ഉള്ളൂ. ഞാൻ ഇത് മേടിച്ച അപ്പോൾ തന്നെ ഞാൻ ഇതിനൊരു സോളാറും സെറ്റ് ചെയ്തു. 3 കിലോവാട്ടിനാണ്. ശരിക്കും ഒരു 5 കിലോവാട്ടിൻ്റെ ഒക്കെ വെക്കണം. ഞാനൊരു 3 കിലോവാട്ടിൻ്റെ വെച്ചെന്നാലും എനിക്ക് ഓക്കെയാണ്. വലിയ ബില്ല് വരില്ല. ഇപ്പം ഇത് 0 കോസ്റ്റിന് ഓടിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 34,000 കിലോമീറ്റർ ഇപ്പോൾ ഓടി ഒരു വർഷം. അങ്ങനെ നോക്കുമ്പോൾ പെട്രോൾ വണ്ടിയാണെങ്കിൽ ഏകദേശം ഒരു 2.5 ലക്ഷത്തോളം രൂപയുടെ പെട്രോള് അടിക്കേണ്ട സമയമായി. പൊതുവേ ഉള്ളൊരു ചോദ്യം, ഈ എടുത്തു കഴിഞ്ഞാൽ നമ്മളിനി മുന്നോട്ട് ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ നല്ല മെയിൻ്റെനൻസിനൊക്കെ നല്ല പൈസ വരുമോ എന്നുള്ളൊക്കെ ചോദ്യങ്ങളുണ്ട്. ശരിക്കും മെയിൻ്റെനൻസിന് ഇത് സർവീസിനൊക്കെ ശരിക്കും 1000-1500 രൂപയൊക്കെ സർവീസിന് ഉണ്ടാവാറുള്ളൂ. പിന്നെ 8 വർഷത്തെ വാറണ്ടി ഓൾറെഡി ബാറ്ററിക്ക് നമുക്ക് തരുന്നുണ്ട്. വാറണ്ടി നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്? ഇല്ല, ക്ലെയിം ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല. അങ്ങനത്തെ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. പലർക്കും ഉണ്ടാവുമായിരിക്കും. പക്ഷേ എനിക്ക് വേണ്ടി ഇപ്പോൾ ഒരു വർഷം 4 മാസമായി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നു. യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. സർവീസുകൾ കറക്റ്റ് പോകും. സർവീസിനൊക്കെ ചെറിയ ഒരു 1500-2000 ആ റേഞ്ചിലൊക്കെ വരുള്ളൂ. മൈലേജ് ഒക്കെ കറക്റ്റ് കിട്ടില്ല. മൈലേജ് എന്ന് പറഞ്ഞാൽ 315 കമ്പനി പറയുന്നത്. പക്ഷേ ഒരിക്കലും നമുക്കത് കിട്ടൂല. ഒരു 200 പ്രതീക്ഷിക്കാം നമുക്ക്. പിന്നെ വേനൽക്കാലൊക്കെ ആകുമ്പോൾ ഒരു 180, ചില സമയത്ത് 160 വരെ പോയിട്ടുണ്ട്. 250 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വിചാരിച്ച മൈലേജ് അയക്കില്ല. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ മൈലേജ് ഇരിക്കും. അവരുടെ സർവീസ് എങ്ങനെയുണ്ട്? ടാറ്റയുടെ എല്ലാവരും പൊതുവേ ഉള്ളൊരു ചോദ്യമാണ്, സർവീസ് എങ്ങനെയുണ്ട്, മോശമാണോ, ഇത് എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്? എനിക്കും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നോടും പല ആളുകളും പറഞ്ഞിരുന്നത് ടാറ്റയുടെ വളരെ മോശം സർവീസ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല രീതിയിൽ തൃശ്ശൂരായാലും കൊടുങ്ങല്ലൂരായാലും നല്ല രീതിയിൽ നമുക്ക് സർവീസ് ചെയ്ത് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ ഒന്നും കൂടിയും മെച്ചപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നല്ല സർവീസ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ചിലർ പറയുന്നേക്കാം EV എടുത്തു കഴിഞ്ഞാൽ ഇത്ര ദിവസം ഇത്ര ഇതിൽ യൂസേജ് വണ്ടി ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടോ? അല്ല, ഇത് വണ്ടി എടുക്കുന്നതാണോ നല്ലതുള്ള ചോദ്യങ്ങൾ. അത് ഈ ഓട്ടമുള്ള ആളുകൾക്ക് ഇതിന് ബെറ്റർ. വെച്ചാൽ അത്യാവശ്യം ഓട്ടം വേണം. അല്ലാണ്ട് വെറുതെ വണ്ടി ഒരു മാസം ആകെ 500 കിലോമീറ്റർ ഒക്കെ ഓടുന്ന ആളുകൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാണ്ടിരിക്കുന്നതല്ലേ. അത്യാവശ്യം ഓടുന്നവർക്കാണ് ഇത് ലാഭം. പിന്നെ ഇത് നിർത്തിയിട്ട് വെക്കണം, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരു മാസമൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞാലൊക്കെ അത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും തോന്നുന്നത്. ഇപ്പോൾ ഷോറൂമിലൊക്കെ വിളിച്ച് ചോദിക്കേണ്ടി വരും അതിനെക്കുറിച്ച്. പിന്നെ AC ഒക്കെ എങ്ങനെയുണ്ട്? അത് പറയാനുള്ളത്, ഞാനിപ്പോൾ ഉമ്മ ഹോസ്പിറ്റലിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഞാനവിടെ വെയിറ്റിംഗ് ആയിരിക്കും. 1, 2, 3, 4 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഏകദേശം 1 മണിക്കൂറൊക്കെ AC ഇട്ടിരിക്കുമ്പോൾ 1-2% പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇതിൽ യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ AC ഇട്ടിരിക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഈ വണ്ടി കയറ്റൊക്കെ കയറുമ്പോൾ നമുക്ക് എല്ലാവരും കൂടിയിട്ടാണ്, മാത്രമല്ല എല്ലാവരും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ കയറ്റൊക്കെ കയറുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാറുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി സ്പോട്ടും കൂടിയിട്ട് കഴിഞ്ഞാൽ അന്യായ പെർഫോമൻസാണ്, പറക്കും. നമ്മൾ പെട്രോൾ വണ്ടി ഓടിക്കുന്ന പോലെയല്ല. ഇപ്പോൾ ഇത് ഓടിച്ചിട്ട് ഇനി പെട്രോൾ വണ്ടി പോകുമ്പോൾ നമുക്ക് ഒരു കംഫർട്ട് കുറഞ്ഞ പോലെ തോന്നും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-10.5 ലക്ഷം രൂപക്കുള്ളതിൽ ഒരു ലക്ഷറി വാഹനം ഒക്കെ ഓടിക്കുന്ന ഒരു ഫീലാണ് ഇത് ഓടിക്കുമ്പോൾ. അത് നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ഡീസൽ വണ്ടിയും പെട്രോൾ വണ്ടിയൊക്കെ യൂസ് ചെയ്തിരുന്നല്ലോ. ഇലക്ട്രിസിറ്റി വരുമ്പോൾ ഇതിൻ്റെ കംഫർട്ട് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. കാരണം ഒരു അത്യാവശ്യം ഒരു 30-40 ലക്ഷം രൂപയുടെ ഒക്കെ വരുന്ന ആ ഒരു കംഫർട്ട് ഇതിലുണ്ട്. പിന്നെ നമ്മൾ പറയില്ല, ഈ സ്പോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി നമ്മളെ വലിച്ചറ്റ പോക്ക് അടിപൊളിയാണ് അതിലൊക്കെ. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും വേറെ സംശയമാണ്, ഈ വണ്ടി ഇപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ പെട്ടെന്ന് ചാർജ് ആവാനായിട്ട് മൊബൈലൊക്കെ ഉണ്ടല്ലേ, പെട്ടെന്ന് ഫാസ്റ്റ് പോലെ ചാർജ്, അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട് ഇപ്പോൾ ഈ വണ്ടിക്ക്? നമ്മളെ വീട്ടിലൊക്കെ ചാർജ് ചെയ്യുമ്പോഴേ നമ്മളിപ്പോൾ ഒരു 50-40% ബാലൻസിലേക്ക് നമ്മൾ വീട്ടിൽ വന്ന് കുത്തി വെക്കുക. അപ്പോൾ ഏകദേശം ഒരു നേരം എടുക്കുമ്പോഴത്തേന് ഫുൾ ചാർജ് ആയിട്ടുണ്ടാവും. പക്ഷേ ലോങ് യാത്രകളിൽ നമുക്ക് ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂർ നമുക്ക് ഫാസ്റ്റ് ചാർജിന് പിടിക്കും. വീട്ടിലല്ല, നമുക്ക് പുറത്തെവിടെയെങ്കിലും EV സ്റ്റേഷനൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ചാർജ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, പെട്ടെന്നാവോ? അങ്ങനത്തെ അത് ഇപ്പോൾ ഒരു പണി വന്നിട്ടുണ്ട്. ഈ ഗോയിസി ആയാലും മറ്റുള്ളതായാലും ചാർജ് ഭയങ്കരമായിട്ട് കൂട്ടിയില്ല. ആദ്യം ഒരു 15 രൂപ യൂണിറ്റിന് 13 രൂപ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 20, 22, 25 ആ റേഞ്ചിലേക്ക് കേരളത്തിലും കൂടി. തമിഴ്നാട്ടിലൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിലും പൈസ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു EV-കാർക്ക് ഒരു അടിനി. കാരണം ഗോയിസികളൊക്കെ പതുക്കെ റേറ്റ് കൂട്ടിയിട്ടുണ്ട്. അല്ല, ഈ ഗോയിസിൽ നമുക്ക് ചെയ്യുന്നുണ്ട് വണ്ടിയുടെ
പെട്ടെന്ന് ചാർജ് ആവും. നമുക്ക് സൂപ്പർ ഫാസ്റ്റ് ചാർജ് ഇതിലൊരു 1 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ചാർജ് ചെയ്തിട്ട് നമുക്ക് 200 കിലോമീറ്റർ എടുത്ത് ഓടാം. നമുക്ക് അതെ ഇപ്പൊ കേരളം മൊത്തം നമുക്ക് സഞ്ചരിക്കാൻ ഇപ്പൊ വലിയ പ്രശ്നമില്ല. എല്ലായിടത്തും ചാർജിങ് ഫെസിലിറ്റീസുകളുണ്ട്. നമുക്ക് പ്രശ്നമില്ല. നമുക്ക് അതർ സ്റ്റേറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യണം. ഇപ്പൊ തമിഴ്നാട് എല്ലായിടത്തും ആയിട്ടുണ്ടെങ്കിലും ഇവിടത്തേലും കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പൊ തിരുപ്പൂര് പോയിരുന്നു. തിരുപ്പൂര് പോയിട്ട് ഒരു വലിയ കഥ ഉണ്ട്. ശരിക്കും പെട്ട് തമിഴ്നാട്ടിൽ രാത്രി എത്തിയ അവിടെ ചാർജിങ് സെഷനൊക്കെ പൂട്ടി, രാത്രി ഓപ്പൺ അല്ലാന്ന് തോന്നുന്നു. അങ്ങനെ കുടുങ്ങി. ശരിക്കും 1% സിട്രോ എന്ന് പറയുന്ന സ്ഥലത്തിന് 1% അവിടെ എത്തിയിട്ട് ചാർജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആകെ വിട്ടുപോയനെ. അത് വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്തിട്ട് പോവാ. പിന്നെ അധികം ഡൗൺ ചെയ്യാതെ ഇപ്പോൾ ഒരു ചാർജിങ് സ്റ്റേഷൻ കാണുന്നത് ഒരു 30% ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ചാർജ് ചെയ്തിട്ട് പോവാം. അല്ലെങ്കിൽ നമുക്ക് ഇനി അടുത്ത സ്റ്റേഷനും കാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അപ്പുറത്ത് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നമുക്ക് വിടും. അപ്പോൾ മാക്സിമം ചാർജ് ചെയ്ത് ഫില്ല് ചെയ്ത് പോവാ. ഇല്ലെങ്കിൽ ഒരു പ്ലാനിങ് ഇതിൽ ഉണ്ടാവണം യാത്രയിൽ. ഉണ്ട്. ഇപ്പോൾ ഒരുപാടുണ്ട്. പ്ലഗ് ഷെയർ ഇന്ത്യ മൊത്തം നമുക്ക് എവിടെയും ചാർജിങ് ഫെസിലിറ്റീസ് ഒക്കെ അറിയാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ വ്യക്തമായ പ്ലാൻ ചെയ്തിട്ട് ഇതിൽ ലോങ് യാത്രകൾ പറ്റുള്ളൂ. ഇപ്പോൾ ഓഫീസിലൊക്കെ പോയി വരാം. ഒരു 100-150 കിലോമീറ്റർ ഒക്കെ ഡെയിലി ഓടുന്ന ആൾക്ക് ഏറ്റവും അടിപൊളി, ഒന്നും പേടിക്കാനില്ല. നമ്മളിപ്പോ ഈ വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രൈസ് ആയത്? ഓൺ റോഡ് പ്രൈസ് അന്ന് ഏകദേശം 11 സംതിങ് ആയിരുന്നു ഓൺ റോഡ്. എന്നിട്ട് നമുക്ക് ഓഫറൊക്കെ കഴിച്ചൊരു 10-60 നമുക്ക് ഓൺ റോഡ് വന്ന്. പക്ഷെ ഇപ്പോഴുള്ള ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വണ്ടിക്ക് പ്രൈസ് ഹൈക്ക് ഉണ്ടാവുക, കൂടി വരാം. ഇപ്പൊ ഇതിനൊരു 50,000 ഒക്കെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഏകദേശം ഒരു 10 ലക്ഷം രൂപക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു വേരിയന്റ് കേട്ടാ. ലോങ് റേഞ്ച് സെക്കൻഡ് വേരിയന്റ് XT LR എന്ന് പറയും ഈ വേരിയന്റ്. എടുത്തിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതിൽ പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻ ചെയ്യാനില്ല. കമ്പനിയാണോ അതോ സീറ്റോർ നമ്മൾ ചെയ്തത്. ഞാനിപ്പോ വെറുതെ വീൽ കപ്പിൽ ജസ്റ്റ് ഒരു ബ്ലാക്ക് അടിച്ച്, അതേപോലെ ഒരു കൂളിംഗ് അടിച്ച്. ഇവന് എക്സ്ട്രാ ഇതിൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല. കാരണം ഈ ടാറ്റയുടെ ഇതുള്ള 8 വർഷത്തെ വാറണ്ടി ഉള്ളത്. നമ്മ അത് ചെയ്ത് പറഞ്ഞിട്ട് വാറണ്ടി ആയിട്ടാണ് ചെയ്തിട്ടില്ല. ഒരു ബ്ലൂ ഡബിൾ ടോൺ ഷെയ്ഡുള്ള കളറാണിത്. ഇതില് ഇപ്പോ റൂട്ടിൽ നിറഞ്ഞ വണ്ടി. കാരണം ഈ ഒരു 90% ഈ കളറിലാണ് നമ്മൾ കാണാറ് വണ്ടി. അത്യാവശ്യം നല്ല എനിക്കും ഇഷ്ടപ്പെട്ട കളർ തന്നെ. ഇതിന്റെ വേറെ കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. വൈറ്റ് ഉണ്ട്, പിന്നെ ഒരു പർപ്പിൾ പോലത്തെ ഒരു കളർ ഉണ്ട്. ഇപ്പൊ വേറെ കുറെ കളർ ഇറങ്ങിയിട്ടുണ്ട്, യെല്ലോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അല്ലല്ല, ഇതിന്റെ വേറൊരു ഫുൾ ഓപ്ഷൻ വേറെ ഉണ്ട്. ഫുൾ ഓപ്ഷനേക്കാൾ ഇതൊരു മിഡിൽ ഓപ്ഷൻ. ഇതിലിപ്പോ മൂന്നാറിലൊക്കെ പോകുമ്പോ ആൾക്കാർ പറയുന്നുണ്ടാവും ചാർജ് പോണ ഈ സംഭവം ശരിയാണ്. ചാർജ് പെട്ടെന്ന് ഇറങ്ങും, നമ്മൊന്ന് പേടിക്കും. ഞാൻ ഇതുപോലെ വാഗമണ് ഇതായിട്ട് പോയിരുന്നു. വാഗമണ് പോകുമ്പോൾ കയറ്റം കയറുമ്പോൾ നമുക്ക് അത്യാവശ്യം ചാർജ് പെട്ടെന്ന് പോകും. പക്ഷെ അത്ഭുതകരമായിട്ട് ഇതിൽ ചാർജ് കയറുകയും ചെയ്യും. ചില റീജനറേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ ഇതിലൊരു 50% ഞാൻ വാഗമണ് ഇറങ്ങണത്. ഏകദേശം ഇറങ്ങി ഇവിടെ എത്തിയപ്പോൾ 25 കിലോമീറ്റർ ഓടുകയും ചെയ്ത് ഏകദേശം 78-80 ചാർജ് വണ്ടിയിൽ കയറുകയും ചെയ്യും. അത് ഭയങ്കര സംഭവം. എല്ലാ വണ്ടികളുണ്ടാവും. റീജനറേഷൻ എന്ന് പറഞ്ഞ മൂടുണ്ടാവും. അപ്പോൾ നമുക്ക് കയറ്റം കയറുന്നതനുസരിച്ച് അതേപോലെ തന്നെ ഇറങ്ങുമ്പോൾ നമുക്ക് ചാർജ് ചെയ്ത് കയറി. അത് നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ വണ്ടിയൊക്കെ വെള്ളത്തിൽ കൂടി പോകില്ലേ? മഴക്കാലമൊക്കെ ആകുമ്പോൾ അത് പറയുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളൊരു സുഹൃത്തിന് ഞാൻ ഇവിടെ പുള്ളുന്നൊരു പാടുണ്ട് ഇവിടെ തൃപ്രയാറ്. അപ്പോൾ അതിലേ പോകുമ്പോൾ അവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ള പ്രശ്നമുണ്ട് പോരെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പാസിൽ നിന്ന് കയറി. അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ ഇതിലേ പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടാന്ന് പറഞ്ഞു. ഞാൻ ധൈര്യപൂർവ്വം അതിൽ വണ്ടി എടുത്തത് പെട്ട്. ചെറിയ വെള്ളം ഉണ്ടാവുള്ളൂ ചോദിച്ചത്. പക്ഷെ വലിയ വെള്ളമായിരുന്നു. ഏകദേശം ഈ ലെവലില് വെള്ളം വന്ന്. അന്ന് അത്യാവശ്യം വിളിച്ച്. അപ്പൊ ഇല്ല, അത്യാവശ്യം വെള്ളത്തിൽ കൂടി പോയി. അന്ന് യാതൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല വെള്ളമായിരുന്നു. ശരിക്കും ഞാൻ പേടിച്ച് പുലിവാല ഇനി വിചാരിച്ചു. അതുപോലെ നമ്മുടെ മഴക്കാലങ്ങളൊക്കെ ആകുമ്പോൾ അത്യാവശ്യം മേഖല അറിയാലോ, വെള്ളം കെട്ടും കാര്യങ്ങളുള്ള അതിൽ കൂടെയൊക്കെ പോകാറുണ്ട്. അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വെള്ളത്തിന്റെ പ്രശ്നം എന്നെ സംബന്ധിച്ച് വേറെ ബുദ്ധിമുട്ടൊന്നും ഇതിട്ടുണ്ടായിട്ടില്ല. കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളെ ഈ വണ്ടി ടാറ്റയുടെ വണ്ടിയാണ്, നല്ല സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെ. അത്യാവശ്യം സേഫ്റ്റി ഉള്ള വണ്ടിയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലിട്ടാ. കാരണം ഡോറുകൾക്കൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം വെയിറ്റ് ഉള്ള വണ്ടി നമ്മൾ ഇരുന്ന് ഓടിക്കുമ്പോൾ തന്നെ ആ ഒരു കംഫർട്ട് ആ വെയിറ്റിൻ്റെ തന്നെയാണ്.
അത്യാവശ്യം വെയിറ്റ് ഉള്ള വണ്ടി. നമ്മൾ ഡോർ നടക്കുമ്പോൾ തന്നെ അറിയാം. തുരുമ്പ് വരുന്നത് ടാറ്റയുടെ വണ്ടികൾ മൊത്തത്തിൽ എല്ലാ വണ്ടികൾക്കും ഉണ്ട്. ആ തുരുമ്പ് തന്നെ ഇതുവരെ എനിക്ക് അങ്ങനത്തെ തുരുമ്പൊന്നും അങ്ങനെ ഒന്നും വന്നിട്ടില്ല, അറിയില്ല കേട്ടോ. ഇപ്പൊ അത്യാവശ്യം ഞാൻ നീറ്റായിട്ട് നമുക്ക് വണ്ടിനെ അത്യാവശ്യം നീറ്റായിട്ട് കൊണ്ടു നടക്കുള്ളൂ. ഞാനിപ്പോ അടുത്തൊരു റിവ്യൂ ഉണ്ട്, അതിലെ ആള് പറയുന്നുണ്ടായിരുന്നു വണ്ടി പുതിയത് ഞാനും കണ്ടിരുന്നു. അത് ഒരു 100-ലൊരു വണ്ടിക്കൊക്കെ ആളെ ഭാഗ്യം പോലെ ഇരിക്കും. എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇനി എന്തുണ്ടാവും പറയാൻ പറ്റില്ല. ഇതുവരെ ഓക്കെയാണ്. ഇത് ഇപ്പൊ ഒരു കൊല്ലായില്ലേ യൂസ് ചെയ്യുന്നത്? അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ എനിക്ക് മേടിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെയാണ് ഇത് സജസ്റ്റ് ചെയ്യുക നമ്മളെ? ഞാൻ ഒരു കൊല്ലം 4 മാസം ഇത് യൂസ് ചെയ്യുന്നു. എനിക്ക് ഇതുവരെ ആയിട്ട് യാതൊരു വിധ പ്രോബ്ലം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഭാവിയിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇതുവരെ ഓക്കെയാണ്, ഹാപ്പിന്. കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നടന്നുകൊണ്ട്. അപ്പോൾ ഒരു സ്വിഫ്റ്റ് i20 അങ്ങനെയുള്ള വണ്ടികളൊക്കെ നോക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റാണ്. 0 കോസ്റ്റ് സോളാറും കൂടി വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായി. 0 കോസ്റ്റിൽ നമുക്ക് സുന്ദരമായിട്ട് നടക്കാം. അവസാനിപ്പിക്കാം. അപ്പൊ ഇതെന്റെ ഒരു വർഷത്തെ 4 മാസത്തെ ടിയാഗോ ഇവര് റിവ്യൂ ആയിരുന്നു. അപ്പൊ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയാ. ഓക്കെ, ഹലോ. അതേപോലെ നമ്മ ഈ വണ്ടി വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ ഒരു 5 ആളെയും കിട്ടും. എപ്പോഴും ഉണ്ടാവും ഇതില്. കാരണം നമുക്ക് ഇത് ചൂട് കൊള്ളാണ്ട് ഇങ്ങനെ സുഖമായിട്ടിരിക്കാൻ പറ്റില്ല.